ഹലോ ഹലോ. ആ പറഞ്ഞോ. എവിടെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. തന്നെ? എവിടെ എൻ്റെ ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല, ഓൻ വന്നിട്ടില്ല, ഓൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, അപ്പൊ ഒറ്റക്കല്ലേ, അപ്പൊ പേടിയാവൂലേ? ഓ, നമുക്കിതൊക്കെ ശീലായില്ലേ, എന്തോ ഒറ്റക്ക് ഒറ്റക്ക് നിന്ന് പേടിയൊക്കെ മാറിപ്പോ. ഓ, പേടിയില്ലാത്ത കൂട്ടത്തിലാണ്. ഏയ് അങ്ങനൊന്നുമില്ല, അതൊക്കെ ശീലായി. അല്ല, എന്തായി, ഫുഡ് കഴിച്ചോ? ഓ, ഫുഡൊക്കെ കഴിച്ചു. എന്നോടേ കൊറേ കാലത്തിന്റെ ശേഷമാണ് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണത്. എന്താ ഹസ്ബൻഡൊന്നും അങ്ങനെ ചോദിക്കാറില്ല? ഓനക്കൊക്കെ ഞാൻ ഫുഡ് കഴിച്ചാലും എന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള സ്നേഹം കുറയാണ് അല്ലേ? ഏയ്, അതങ്ങനൊന്നല്ല. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്കൊന്നും പ്രണയം പോറാവുന്നില്ല. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ അല്ല, ഈ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കൂല. അതെന്താ? കുറച്ച് കഴിയും. എന്നാലും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. ഓ, എല്ലാം ലേറ്റ് ആണല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണൊക്കെ ലേറ്റ് ആണല്ലോ. അല്ല, എന്നെ എൻ്റെ ഹസ്ബൻഡ് സ്നേഹിക്കലൊന്നുമില്ലോ? സ്നേഹിക്കലുണ്ടോ ചോദിച്ചാൽ ഓനിക്കെപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ് വലുത്. പിന്നെ എൻ്റെ ഉള്ളിലൊക്കെ പ്രണയം ചത്തിട്ട് കുറേ കാലമായി. എടോ, നമ്മളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാ ഞാനുണ്ട്. ഓ, അങ്ങനെ. അല്ല, നമുക്കൊന്ന് മീറ്റ് ചെയ്യണ്ടേ? ഓ, മീറ്റ് ചെയ്യണം. ഞാൻ വീട്ടിലേക്ക് വന്നല്ലോ. ഓൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തെടുക്കും. എന്നൊക്കെ ഒടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പറന്ന് വരാം. ഓ, ഓനിപ്പോ വീട്ടിലുണ്ടോ? ഇല്ല, വീട്ടിലില്ല. എപ്പോഴും എത്താന്ന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലേറ്റ് ആവുന്ന പറഞ്ഞത് എന്നോട്. എന്നാ എനിക്ക് എന്നെ കാണാൻ ബുദ്ധിമുട്ട്, വീഡിയോ കോളിൽ വരുമോ?